ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴി റിവ്യൂ ആണ്. ധീരൻ നമ്മുടെ ദേവദത്ത് ഷാജി സംവിധാനം ചെയ്ത സിനിമയുണ്ടോ. ആളുടെ ആദ്യത്തെ സംവിധാന സംരംഭമാണ്. ആളുടെ സ്ക്രിപ്റ്റ് തന്നെയാണ് സിനിമ വന്നിട്ടുള്ളത്. രസകരമായിട്ടുള്ള കാസ്റ്റിംഗ് ആണ്. അതാണ് ഇതിൽ എടുത്തു പറയേണ്ട കാര്യം. ഈ കാസ്റ്റിംഗ് കൊണ്ട് തന്നെയാണ് കേട്ടോ ഈ സിനിമയ്ക്ക് കാണണം, അല്ലെങ്കിൽ ഈ സിനിമയ്ക്ക് ഫസ്റ്റ് തന്നെ പോകണം എന്നൊരു തോന്നലുണ്ടായിരുന്നത്. കാരണം ഇവരുടെ പ്രൊമോഷന്റെ സമയത്തുള്ള ഈ ഓരോരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ആ സിനിമയോട് നമുക്കൊരു പ്രത്യേക ഇഷ്ടം തോന്നുമല്ലോ. അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. ആ ഇഷ്ടം അവർ നിലനിർത്തിയോ എന്നുള്ളത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. എന്തായാലും ദേവദത്ത് ഷാജി ഭീഷ്മപർവം എന്ന സിനിമയ്ക്ക് ശേഷം ആളുടെ സ്ക്രിപ്റ്റിൽ വരുന്ന സിനിമയാണ്. ആദ്യത്തെ സംവിധായകനായിട്ട് ആൾക്ക് നല്ല പണി അറിയാം. അത് നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, നല്ല ഐഡിയ ഉള്ള ഒരാളാണ്. അത് ഓരോ സോങ്ങുകളും അതിനനുസരിച്ച് യൂസ് ചെയ്തിരിക്കുന്ന രീതി ഇതൊക്കെ ഗംഭീരമായിട്ടുണ്ട്. ഓരോ സമയങ്ങളിൽ ഈ ഇതിന്റെ ആംബുലൻസിലൊക്കെ വരുന്ന പാട്ടുകളൊക്കെ ആ സിറ്റുവേഷൻ അനുസരിച്ച് യൂസ് ചെയ്തിരിക്കുന്ന സൂപ്പറാണ്. അത് ആ ഒരു സമയത്ത് എന്തൊക്കെയാണോ അത് കറക്റ്റ് ആയിട്ടാണ് ആ സോങ് വരുന്നത്. പിന്നെ എടുത്തു പറയേണ്ടത് ഇതിനകത്തെ കാസ്റ്റിംഗും അതില് പെർഫോമൻസും ആണ്. അവരുടെ ഓരോരുത്തരുടെയും പെർഫോമൻസ് അടിപൊളിയായിട്ടുണ്ട്. ഇതൊരു സർവൈവൽ ത്രില്ലറാണ്. ഒരു വലിയ ഒരു സ്ഥലത്ത് പോയി പെട്ടിട്ട് ഇവരെങ്ങനെ രക്ഷപ്പെട്ടു പോരും, അവര് അതിനുള്ള ധീരത എങ്ങനെ കാണിക്കുന്നു എന്നുള്ളതാണ്. അതെ. പിന്നെ ഇങ്ങനെ ഒരു കാസ്റ്റിംഗ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ സിനിമ ചെയ്യാന്നുള്ളത് അതും വലിയൊരു ധീരത തന്നെയാണ്. അത് സത്യമായിട്ടോ. ഈ ഒരു കാസ്റ്റിംഗില് അത് ഈ സിനിമന്റെ വലിപ്പം ഭയങ്കരമാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് തുടക്കത്തിൽ നിന്ന് മാറി കഴിയുമ്പോൾ കുറച്ച് വലുതാവുകയാണ് സിനിമ. ആദ്യം സിനിമയിലേക്ക് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. സമയം ഞങ്ങൾ കുറച്ച് വൈകിട്ട് എത്തി കേട്ടോ. അതായത് എഴുതി കാണിച്ച് തുടങ്ങുമ്പോഴാണ് ഞങ്ങൾ എത്തുന്നത്. അതെ. വിനീതിന്റെ ക്യാരക്ടർ ഇൻട്രോ ഞങ്ങൾ കണ്ടിട്ടില്ല. വിനീതിന്റെ ക്യാരക്ടർ ഒരു പൊളി ക്യാരക്ടർ. വിനീത് ഇപ്പൊ എനിക്ക് തോന്നുന്നു വിനീതിനെ എടുക്കുന്ന സിനിമകളിലൊക്കെ നല്ല കീടിലൻ പെർഫോമർ ആണല്ലോ എന്നുള്ളത് നമുക്ക് അപ്പോഴാ ഓർമ്മ വരുന്നത്. കുറെ നാളുകളായിട്ട് മിസ്സിംഗ് ആയിരുന്ന ആളാണല്ലോ. എന്തായാലും ആള് സൂപ്പർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. വിനീത് ഗംഭീരായിട്ടുണ്ട്. പിന്നെ സുധീഷ് എടുത്തു പറയേണ്ട ഒരു മുതലാണ്. പൊളിച്ചടിക്കുന്നുണ്ട്. അത് ഓരോ സമയത്ത് ഓരോ ഡയലോഗുകളും ആള് ചെയ്തു കൂട്ടുന്ന ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഗംഭീരായിട്ടുണ്ട്. പിന്നെ അശോകന്റെ ക്യാരക്ടർ ജഗദീഷ് പിന്നെ കുറച്ച് സീരിയസ് ഇതിലൂടെയാണെങ്കിൽ എന്നാലും ഇടയ്ക്ക് കോമഡി ഒക്കെ വരുന്നുണ്ട്. ഇടക്ക് കോമഡി വരേണ്ട സമയത്ത് അപ്പുകുട്ടൻ കയറി. പിന്നെ നമ്മുടെ രാജേഷ് മാധവൻ, ആളാണ് ഇതിൽ നായകനായി വരുന്നത്. കിടിലൻ ക്യാരക്ടർ. എനിക്ക് ആ ക്യാരക്ടറിനോട് ഒരു ഇഷ്ടം തോന്നി. അതായത് അയാളോട് നമുക്ക് നായകൻ എന്ന നിലയ്ക്കല്ല, അല്ലാതെ ഒരു ഇഷ്ടമുണ്ടല്ലോ, ഒരാളോട് നമുക്ക് തോന്നുന്ന ഒരു സ്നേഹം, അത് നമുക്ക് അയാളോട് തോന്നും. ശരിക്കും ഈ ധീരൻ എന്നുള്ള ആ പേര് ആപ്റ്റ് ആയിട്ടുള്ള ഒരു പേരാണ് ഈ സിനിമക്ക്. അത് പേടിയൊക്കെ മറ്റുള്ളവരെ പേടിയെ കാണിക്കുന്നതും, എത്ര ധീരനാണെങ്കിലും ഇവരുടെ ഉള്ളിലുള്ള ഭയം അത് ചെറിയ സാധനങ്ങളിൽ പോലും വരും എന്നുള്ളത് കാണിച്ചു തരുന്ന ഒരു സന്ദർഭങ്ങളുണ്ട്, ഓരോ സന്ദർഭങ്ങളും. അത് ഭയങ്കര രസമായിട്ടുണ്ട്. പിന്നെ ശരവണായിട്ട് വന്നിട്ടുള്ള വില്ലൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടിയെന്ന് അറിയോ. ഇങ്ങനെ ആരടാ ഇവര്, എന്റെ സാമ്രാജ്യത്തിൽ വന്നിട്ട് ഇവരിങ്ങനെ സിമ്പിളായിട്ട് പോവാന് ആരാണ് ഇവര് എന്ന് നോക്കി നിൽക്കുന്ന ഒരു സാഹചര്യം. ആ സമയത്ത് ഒരു സ്റ്റെക്കാ. അതെ, ആ സാധനമാണ് ഇതിലെ സാറ്റിസ്ഫാക്ഷൻ. അത് എനിക്ക് സിനിമ കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് തോന്നിയത് ഒരു ക്ലൈമാക്സിന് തൊട്ട് മുന്നേ ഉള്ള ഒരു സീൻ കഴിഞ്ഞപ്പോ നമുക്ക് ഉള്ളിൽ തോന്നി മലയാളിടാ എന്നൊരു സാധനം ഉണ്ടല്ലോ നമ്മുടെ ഉള്ളിൽ. ആ സാധനം ഓട്ടോമാറ്റിക്കായി നമ്മുടെ ഉള്ളിൽ തോന്നിപ്പോയി. അതായത് കൃത്യസമയത്ത് അവനൊന്നും ഇവിടെ വരാൻ പോകുന്നില്ല എന്ന് പറയുന്ന സമയത്ത് ഒരു എൻട്രി ഉണ്ട്. അതെ. ആ സമയത്തൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു സാധനം ഉണ്ട്. അതായത് ചങ്ക് പറിച്ചു തരുന്ന മനസ്സുള്ളവർക്ക് അവരെ ആ സമയത്ത് എത്തുന്ന ആ സാധനം കാണിക്കുന്നത്. അവിടെ തിരിച്ചറിയും കൂടിയാണ് ആ കഥാപാത്രത്തിന് മറ്റുള്ളവര്. അത് ഭയങ്കര രസമായിട്ട് സംഭവ ബഹുലായിട്ടുള്ളൊരു സിനിമ എന്നുള്ളതല്ല അഭിപ്രായം. പക്ഷെ തിരക്കിടില്ലാത്ത വേറൊരു മൂഡ് പിടിച്ച് പറയുന്ന ഒരു സിനിമ. ബോറടിക്കൂല. സിമ്പിൾ ആയിട്ട് പറയാം, അത്രേ ഉള്ളൂ. അല്ലാണ്ട് വലിയ അതിഭീകരമായ സ്ക്രിപ്റ്റില് അതിഭീകരമായ കോമഡികളിലൂടെ കടന്നു പോകുന്ന സിനിമയൊന്നും അല്ല. ഉണ്ട്. അയ്യോ, ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരാളും കൂടെ ഉണ്ട്, മനോജ് ഗജൻ. പറയാൻ വിട്ട്. പിന്നെ അതായത് എൽദോസിന്റെ അളിയനായിട്ട് വരുന്ന ക്യാരക്ടർ മറന്നു വല്ല പേര് ആള് സൂപ്പറായിട്ടുണ്ട്. ആള് ഒരു സമയത്ത് വണ്ടി എടുത്ത് പോകുന്ന ഒരു സീനുണ്ട്. സബരീഷ്. കാസ്റ്റിംഗ് ലിസ്റ്റ് ഓരോന്ന് ഓർത്ത് വരുമ്പോഴേ കിട്ടുള്ളൂ കേട്ടോ. പിന്നെ പൊളിറ്റിക്കലി അതായത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. അല്ലേ? ഒരുപാട് കാര്യങ്ങൾ. എന്തായാലും നായികയാണെങ്കിലും
അത് സിനിമ കണ്ടവർക്ക് അറിയാൻ പറ്റും. നല്ല എനിക്ക് എപ്പോഴും ഇങ്ങനെയുള്ള കഥാപാത്രങ്ങൾ കൂടുതൽ കിട്ടുന്നുള്ള തോന്നുന്നുണ്ട്. സെയിം ക്യാരക്ടേഴ്സ് ആണ്. പക്ഷെ ലൗലിയിലെ നായിക അതെ ആ ക്യാരക്ടർ അതേപോലെ തന്നെ ആ ഒരു രീതിയിൽ ആ ഒരു സ്വഭാവം ലെസ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ അത് ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ആൾക്ക് അത് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. നന്നായി ചെയ്തിട്ടുണ്ട്. എന്തായാലും മുജീബ് മജീദിന്റെ മ്യൂസിക് ആണ് ഈ സിനിമയുടെ ഒരു ഓളം നിലനിർത്തുന്നത്. ആൾക്ക് ഭയങ്കരമായിട്ടുള്ള പങ്കുണ്ട്. സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. തമിഴ് വില്ലനെയൊക്കെ കാണിക്കുന്ന സമയത്ത് കൊടുക്കുന്ന BGM ഒക്കെ ഉണ്ടല്ലോ. BGM പിന്നെ സോങ്ങിലൂടെ ഇങ്ങനെ ഓരോ സംഭവങ്ങൾ ഇങ്ങനെ കാണിച്ചു വരുമ്പോഴേ നമുക്കൊരു വൈബ് കിട്ടുന്നുണ്ട്. എനിക്കതല്ല, എനിക്ക് മറ്റേ സോങ് മാത്രമാണ് അതിന്റെ ഏറ്റവും ഭയങ്കരമായിട്ട് അക്കരയ്ക്ക് യാത്രയും സിയോന്ന് എന്ത് രസമായിട്ട് അത് കൊടുക്കേണ്ട ഓരോ സമയമുണ്ടല്ലോ. ആ സമയത്ത് സോങ് വരുമ്പോഴേക്കും ഭയങ്കര വൈബാ. എന്തായാലും കൊള്ളാം. നല്ലൊരു സിനിമ, മോശമില്ലാത്ത ഒരു സിനിമ, ഒരു അബോവ് ആവറേജ് ഫീൽ കിട്ടിയ സിനിമ. സംഭവം പോലെ നല്ല കേട്ടോ. അതെ, നമുക്ക് ചിരിച്ചോണ്ട് ഇറങ്ങിപ്പോരാ. പിന്നെ ചിരിക്കാന്ന് പറഞ്ഞാൽ വലിയ സംഭവമല്ല, ഒരുപാട് ഇങ്ങനെ ത്രൂ ഔട്ട് ചിരിയുള്ള ഒരു സിനിമയല്ല. പക്ഷെ നമ്മുടെ മുഖത്ത് എപ്പോഴും ഇങ്ങനെ ഒരു ചെറിയ പുഞ്ചിരി ഇങ്ങനെ ഉണ്ടാവും. ഒരു പുഞ്ചിരി നമുക്കുണ്ടാവും. ചില സമയങ്ങളിൽ നമ്മൾ പൊട്ടിച്ചിരിക്കും ചെയ്യും. ശരിക്കും എല്ലാ സിനിമകളിലും നമുക്കത് കിട്ടാറില്ല. നമ്മൾ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഇറങ്ങുമ്പോൾ എല്ലാ സിനിമകളിലും നമുക്ക് ആ ഒരു സംഭവം കിട്ടാറില്ല. ചില സിനിമകളിൽ കിട്ടുള്ളൂ. അത് വലിയ ഭയങ്കരമായ എഴുത്ത് വേണമെന്നൊന്നുമില്ല. ചില സിനിമകളിൽ ആ ഒരു സാധനം നമുക്ക് കിട്ടും. അത് അതിനായിട്ട് ശ്രമിക്കുന്ന പരിപാടി. ഇതിനകത്ത് അവര് അതിനു വേണ്ടിയിട്ട് അവര് മാക്സിമം പണി എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് തോന്നിയത്. തമിഴ്നാട്ടിൽ കാണിച്ചിരിക്കുന്ന ലൊക്കേഷൻ അത് ഭയങ്കര രസമാട്ടോ. ഒരു വലിയൊരു മറ്റേ ചെക്കന്റെ പേരും മറന്നു, സിദ്ധാർത്ഥ് ഭരതൻ. ഇത് ഓരോ സ്ഥലങ്ങളിലെ കാര്യം പറയുമ്പോഴാണ് ഭരതന്റെ ക്യാരക്ടറല്ലേ ആൾക്ക് ലാസ്റ്റ് സംഭവിക്കുന്നില്ലേ, അത് എന്തൊരു അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതാ അത് എന്താന്നറിയോ, ശരിക്കും ഒരു കോഴിയെ അറുത്ത്, ഞാനത് പറയാൻ വരുന്നത്, ഒരു കോഴീനെ കൊല്ലൂലേ ആ ഒരു സാധനം, അത് നല്ല സിമ്പിൾ ആയിട്ട്. ശരിക്കും ഒരു സ്പോയിലർ ആണ്, പക്ഷെ അത് അത് അങ്ങനത്തെ ഒരു സീനാണ്. അതൊന്ന് കണ്ടു നോക്കുക തന്നെ വേണം. അതിന് ഭീകരത ഉണ്ട്, എന്നാൽ അത് സിമ്പിൾ ആണ്. ഇത് ഈ ശരവണൻ എന്ന ക്യാരക്ടറിന്റെ പവർ കാണിച്ചിരുന്ന ഒരു സംഭവം കൂടിയാണ്. അത് ഈ ശരവണൻ എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ പവർ കാണിക്കുന്നത് ശരിക്കും ശരവണനെ കാണിക്കുമ്പോഴാണ്. അതെന്താണ് ആ സീന്, ഒരു മാങ്ങ പറിച്ചതിനുള്ള സീനാണ് ആ സീന്. ആ സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാവും ഇങ്ങനെ ഏത് സാധനമാണെന്നുള്ളത്. ആ സീനൊരു മുതല സീനാട്ടോ, സത്യം പോളി സീനാണത്. പിന്നെ ഈ ധീരതക്കുള്ള ആ ഒരു മെഡല് ഇങ്ങനെ കൈവശം വെച്ചിട്ടുള്ള സാധനമൊക്കെ അത് കഴുത്തിലിട്ടോണ്ട് നടക്കുകയാണ്. ശരിക്കും ധീരം തന്നെയാണ്. എന്താണെങ്കിലും തിയേറ്ററിൽ പോയിട്ടൊന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും നമുക്ക് കമന്റുകൾ അയക്കാം. കണ്ട ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ഇടുക. എന്തായാലും ഞങ്ങൾ പോവാണ്, മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് വൈകിട്ട് കാണാം. എന്തായാലും ദേവദത്ത് ഷാജിയുടെ നിന്ന് നമ്മൾ ഒരുപാട് കൂടുതൽ ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരുപാട് നല്ല സിനിമകൾ സംവിധാനം ചെയ്ത് തന്നെ ആളുടെ ഭാഗത്തുനിന്ന് വരും. അപ്പൊ എന്തായാലും പോട്ടെ, ബൈ.